ഈ ഒന്നിൻ്റെ വില ശരിക്കും അറിയുന്നതാരാ? അത് ഒരു മാർക്ക് കൂടുതൽ കിട്ടി ജയിച്ചവർ ആയിരിക്കുകയില്ല. ഒരു മാർക്കിൻ്റെ കുറവിനാൽ പരാജയപ്പെട്ടവരായിരിക്കും. വിജയിച്ചവർ എപ്പോഴും നേടിയ മാർക്ക് മുഴുവനായിട്ട് കണക്കാക്കി പറയും. എന്നാൽ തോറ്റവർ ആരോ ഒരു മാർക്ക് കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വേദനയോടെ ആഗ്രഹിച്ചിട്ടുണ്ടാകും. അതാണ് അതിലെ വ്യത്യസ്തത. അതിവേഗം ജീവിതം മുന്നോട്ടു പോകുന്നതിനിടയ്ക്ക് ഒന്ന് വഴുതി വീഴുന്നത് ചിലപ്പോഴൊക്കെ നല്ലതാണ്. കണ്ടിട്ടും കാണാതെ പോകുന്നവരെയും മറ്റു മാർഗമില്ലാത്തതുകൊണ്ട് കണ്ടില്ലെന്ന് നടിക്കുന്നവരെയും ഒക്കെ നമുക്ക് അവിടെ കണ്ടുമുട്ടാം. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം ചെയ്യുക എന്നത് അസാധ്യമായ കാര്യമാണ്. നിനക്ക് സന്തോഷം ലഭിക്കുന്നത് എങ്ങനെ തന്നെ ആണെങ്കിലും നീ ചെയ്യുന്നത് നന്മ എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നിനക്ക് മുന്നോട്ട് പോകുക. ലക്ഷ്യം നിന്റെ മുമ്പിലുണ്ടെങ്കിൽ നീ വിജയിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ നീ മുന്നോട്ട് പോയി വിജയിക്കുക. ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താനും ആളുണ്ടാവും. പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞോടേണ്ടി വരും. തോൽക്കാൻ തയ്യാറായാൽ മരണം വരെ തോൽക്കാൻ മാത്രമേ സമയം കാണൂ. ഏത് സാഹചര്യത്തിലും മുന്നോട്ടു പോകാൻ തയ്യാറായി ഇറങ്ങൂ. എന്നാൽ നിങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കാം. നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അവരെ നിങ്ങൾ വിട്ടേക്കുക. കാരണം ശരിക്കും പറഞ്ഞാൽ അവർ നിങ്ങളെക്കാൾ രണ്ടടി പിറകിലാണ്. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങളെ കുറ്റം പറയേണ്ടി വരുന്നത്. ചിലപ്പോഴൊക്കെ ജയിക്കുന്നതിനേക്കാൾ മഹത്വമുള്ള കാര്യമുണ്ട്: തോറ്റുകൊടുക്കൽ. അവഗണിക്കുന്നവരെ കൂടുതൽ ഭംഗിയായി തിരിച്ചും അവഗണിക്കാൻ പഠിച്ചു നോക്കൂ. ജീവിതം കുറേക്കൂടി ഭാരമില്ലാതെ മുന്നേറും. മനുഷ്യനെ കരയിപ്പിക്കാൻ രണ്ടു മാർഗങ്ങളുണ്ട്. ഒന്നുകിൽ വേദനിപ്പിക്കുക, അല്ലെങ്കിലോ ഞെട്ടിക്കുന്ന സ്നേഹം കൊടുത്ത് കരയിപ്പിക്കുക. നാട്യങ്ങളില്ലാത്ത മനുഷ്യർ മാത്രം ഓർമ്മയിൽ അങ്ങനെ തങ്ങുന്നു. അഹന്തയുള്ള മുഖങ്ങളും വെച്ചുകെട്ടുന്ന പെരുമാറ്റങ്ങളും എത്ര പെട്ടെന്നാണ് മടുക്കുന്നത്. ചില കണ്ടുമുട്ടലുകൾ വഴിത്തിരിവാകുന്നു. ചില വേർപിരിയലുകളും. ഒരാൾ അയാളുടെ ദുഃഖങ്ങൾ പറയുമ്പോൾ അതിനുള്ള പരിഹാരത്തെക്കുറിച്ച് ഒന്നും ആലോചിക്കേണ്ട, കേട്ടിരുന്നാൽ മാത്രം മതി. അങ്ങനെ കേട്ടിരിക്കുന്ന ഒരാളെ തേടിയാണ് അയാൾ നമ്മളിലേക്ക് എത്തിയത്. ഒരാളെ വിലയിരുത്തേണ്ടത് എങ്ങനെയാ? അയാൾ എന്തൊക്കെ സമ്പാദിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ? അവ നേടിയെടുക്കാൻ അയാൾ എന്തു വില കൊടുത്തു എന്നതുകൂടി കണക്ക് കൂട്ടേണ്ടേ? പരസ്യമാക്കാനൊക്കെ കഴിയുന്നത് നേർവഴിയിൽ സമ്പാദിച്ചവ മാത്രമേയുള്ളൂ. അത് സമ്പത്താണെങ്കിലും സന്തോഷമാണെങ്കിലും ശരി. സ്നേഹിക്കുന്നവരുടെ മൗനം വേദനിപ്പിക്കും. വാക്കുകൊണ്ടുള്ള മുറിവിനേക്കാൾ ആഴത്തിൽ നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ ആരെയും ഏൽപ്പിക്കരുത്. നഷ്ടപ്പെടുത്തും. നമ്മൾ ഒരാൾ അവഗണിക്കുന്ന കാലം അയാൾ ഇല്ലാതെയും ജീവിക്കാൻ പഠിക്കുന്ന കാലമാണ്. എവിടെയാണോ നമ്മൾ തോറ്റത് അവിടെ നിന്ന് ജയിക്കാൻ നമ്മൾ ശ്രമിക്കണം. എവിടെയാണോ നമ്മൾ കരഞ്ഞത് അവിടെ നിന്ന് ചിരിക്കാൻ നമ്മൾ പഠിക്കണം. എവിടെയാണോ നമ്മൾ തകർന്നത് അവിടെ നിന്നും എഴുന്നേൽക്കണം. ആരൊക്കെയാണ് നമ്മളെ പരിഹസിച്ചത് അവർക്ക് മുന്നിൽ നമ്മൾ തല ഉയർത്തി നിൽക്കാൻ കഴിയണം. മറ്റുള്ളവരുടെ പരിഹാസങ്ങൾക്കും തരം താഴ്ത്തലുകൾക്കുമിടയിൽ നാം പൊരുതി നേടുന്ന വിജയങ്ങൾക്ക് ഏറെ മധുരമുണ്ടാകും. നമ്മളെ അനാരോഗ്യപരമായി കുറ്റപ്പെടുത്തുന്നവരെ നമ്മുടെ ശരികൾ വിശദീകരിക്കാനും ബോധ്യപ്പെടുത്താനും ശ്രമിക്കേണ്ടതില്ല. നമ്മുടെ ശരികളിലും അവർ കുറ്റം കണ്ടെത്തും. താങ്കളുടെ മുൻവിധികളിലും താൽപ്പര്യങ്ങളിലും ഉറച്ചു നിൽക്കുന്നവരെ ഒന്നും ബോധ്യപ്പെടുത്താനാകില്ല. നഷ്ടപ്പെട്ടതൊന്നും നാം കൊണ്ടുവന്നതല്ല.
ഇത്ര കണ്ട് ദുഃഖിക്കാൻ. നേടിയതൊന്നും നാം കൊണ്ടുപോകുന്നില്ല ഇത്രമേൽ സന്തോഷിക്കാൻ. എപ്പോഴാണ് ഇല്ലാതാവുന്നത് എന്നും അറിയില്ല. ഓരോ ദിവസവും നന്മ ചെയ്തു ജീവിക്കുക, ആസ്വദിക്കുക, സഹായിക്കുക, സ്നേഹിക്കുക പരസ്പരം. നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണോ അതാണ് നിങ്ങൾക്ക് ഈ ലോകത്ത് കാണാൻ കഴിയുക. ആരോടും പറയാതെ യാത്ര ചെയ്യുക. ആരോടും പറയാതെ നല്ലൊരു പ്രണയകാലം ആസ്വദിക്കുക. സന്തോഷത്തോടെ ജീവിക്കുക. ആരോടും പറയേണ്ടതില്ല. കാരണം ഭംഗിയുള്ളതിനെയെല്ലാം മനുഷ്യൻ പെട്ടെന്ന് നശിപ്പിച്ചു കളയും. മോശം സമയത്തെയും നമ്മളൊക്കെ ഇഷ്ടപ്പെടണം. കാരണം അപ്പോഴാണ് ശരിക്കും നമുക്ക് മനസ്സിലാകുന്നത് ആരെയാണ് നമ്മൾ സ്വന്തമെന്ന് വിളിക്കേണ്ടതെന്ന്. ഉപകാരങ്ങൾക്കെന്നും ഓർമ്മശേഷി കുറവാണ്. ചെയ്തതൊക്കെ അധിക പേരും അങ്ങ് മറന്നു പോകും. എന്നാൽ ചെയ്യാൻ മറന്നതൊക്കെ എണ്ണി എണ്ണി ഓർത്തിരിക്കും. ആരെയും കാത്തിരിക്കേണ്ട. ഒറ്റയ്ക്ക് പൊരുതാനുള്ള കരുത്തിന് പിന്നെയും പിന്നെയും മൂർച്ച കൂട്ടണം. അത്ഭുതങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന് ജീവിതം സ്തംഭിക്കരുത്. ജീവിച്ചിരിക്കുക എന്നത് തന്നെയാണ് അത്ഭുതകരമായ കാര്യം. നമ്മുടെ ഓരോ വാക്കുകളും ചിലപ്പോൾ ചിലരുടെ ജീവിതം തന്നെ മാറ്റിയേക്കാം. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. തെറ്റായ സമയത്ത് ഒരു തെറ്റായ വാക്ക് എല്ലാം ഇല്ലാതാക്കിയേക്കാം. അത് ചിലപ്പോൾ നല്ലൊരു കുടുംബജീവിതം, സൗഹൃദം, വർഷങ്ങളുടെ കഠിനാധ്വാനം, ചിലപ്പോൾ ജീവിതം തന്നെ. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. പ്രണയമില്ലെങ്കിൽ ആരാധനയെല്ലാം ബാധ്യതയാവും. നൃത്തമെല്ലാം വെറും പ്രവൃത്തിയാവും. സംഗീതമെല്ലാം ശബ്ദങ്ങൾ മാത്രമാവും. ഏറ്റവും നല്ല പ്രണയം ഭാര്യയോടുള്ളതാണ്. എത്ര പിണങ്ങിയാലും കൂടെയുണ്ടാകും എന്നുറപ്പുള്ളതും ഭാര്യയാണ്. പ്രണയം ഇണയോടാവട്ടെ. പ്രാണൻ അണയുന്ന നാൾ വരെയും വലുപ്പമേയുള്ളൂ മനുഷ്യൻ്റെ ഹൃദയത്തിനും. സങ്കടങ്ങളിലുമൊക്കെ അത് വല്ലാതെ പിടയും, വേദനിക്കും. നമുക്ക് ആരെയും വേദനിപ്പിക്കേണ്ട. മാപ്പ് തരാനൊക്കെ ചിലർക്ക് പറ്റും. മറക്കാൻ പറ്റുമോ എന്ന് സംശയമാണ്. ഒറ്റയ്ക്കിരിക്കുക എന്നാൽ ഒറ്റപ്പെടുക എന്നല്ല, 1000 ഓർമ്മകളിൽ ചുറ്റപ്പെടുക എന്നു കൂടിയാണ്. കാണാതിരിക്കുമ്പോൾ മറക്കാൻ കഴിയുമെന്ന് കരുതുന്നതെല്ലാം കാണാതിരിക്കുമ്പോൾ ഓർക്കാൻ മറക്കാറില്ല എന്നതാണ് സത്യം. നമ്മുടേതെന്ന് കരുതിയ മനുഷ്യർ നമ്മുടേതല്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷം ഇറങ്ങിപ്പോകേണ്ടത് ജീവിതത്തിൽ നിന്നല്ല, ആ മനുഷ്യരിൽ നിന്നാണ്. പ്രാർത്ഥിക്കുമ്പോൾ കരയുന്നത് എന്തുകൊണ്ട്? സങ്കടം കൊണ്ട് മാത്രമല്ല. ആർക്ക് മുന്നിലും തുറക്കാത്ത ഹൃദയത്തിൻ്റെ എത്രയോ അറകൾ. ഒരാൾക്ക് നമ്മളോട് സ്നേഹം ഉണ്ടായിരുന്നു എന്നറിയാൻ ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടിവരും. പക്ഷേ ഒരാൾക്ക് നമ്മളോടുള്ള സ്നേഹം കുറയുന്നുണ്ട് എന്നറിയാൻ ഒരു സെക്കൻഡ് പോലും വേണ്ട. അവഗണിക്കുന്നവരെ കൂടുതൽ ഭംഗിയായി തിരിച്ചും അവഗണിക്കാൻ പഠിച്ചു നോക്കൂ. ജീവിതം കുറെ കൂടി ഭാരമില്ലാതെ മുന്നേറും. ചില മനുഷ്യരുണ്ട്, അവർ കൊളുത്തിവെച്ച വെളിച്ചങ്ങളുണ്ട്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കായി തുടർന്നു കൊണ്ടിരിക്കുന്ന വെളിച്ചങ്ങൾ. മടുപ്പില്ലാതെ അടുപ്പത്തോടെ കഴിയാൻ ഒരു കാരണം നമ്മൾ എപ്പോഴും കണ്ടെത്തണം. വഴക്കിടാൻ ഒക്കെ 100 കൂട്ടം കാരണങ്ങൾ കിട്ടും. ഒരു സ്ത്രീ തൻ്റെ യഥാർത്ഥ പ്രായം മറച്ചു വെക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം ആ സ്ത്രീ ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത യുവതിയോ അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട പ്രായമായവരോ ആയിരിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. പൊറുത്തുകൊടുക്കലാണ് ഏറ്റവും നല്ല പ്രതികാരം. പറയാൻ മറുപടിയൊന്നും ഇല്ലാതെ മനുഷ്യരുടെ കണ്ണ് നിറയുന്നത് കാണാം. നാട്യങ്ങളില്ലാത്ത മനുഷ്യർ മാത്രം ഓർമ്മയിൽ അങ്ങനെ തങ്ങുന്നു. അഹന്തയുള്ള മുഖങ്ങളും വെച്ചുകെട്ടുന്ന പെരുമാറ്റങ്ങളും എത്ര പെട്ടെന്നാണ് മടുക്കുന്നത്. വന്നുപോകുന്ന താൽക്കാലിക മനുഷ്യർക്ക് ഹൃദയം കൊടുത്തതിൻ്റെ പേരിൽ ഇനിയും കരയാൻ ഇടവരുത്തിയില്ലെന്ന് ഉറപ്പിക്കുക. കണ്ടുമുട്ടുന്ന അധിക മനുഷ്യരും താൽക്കാലിക മനുഷ്യരാണ് എന്ന ജീവനോളം വലിയ തിരിച്ചറിവിലേക്ക് സ്വയം വളരുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.